ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഗ്രേഡിയൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഗ്രേഡിയൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗ്രേഡിയൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ? എന്താണ് ഗ്രേഡിയൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ? നോക്കിക്കേ, ലെറ്റ് u of xyz be a scalar field. ഒരു സ്കെയിലാർ ഫീൽഡ് ആണ് u. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ then the gradient of u is defined as grade, നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, grade u which is equal to del u. ഈ ഒരു del ഓപ്പറേറ്റർ വെച്ചിട്ടാണ് എഴുതുന്നത്. del u which is equal to what? I into dou u by dou x plus j into dou u by dou y plus k into dou u by dou z. ഇതാണ് ഗ്രേഡിയൻറ്റ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്, ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എ ഗ്ರೇഡിയൻറ്റ്? അപ്പോൾ ഒരു സ്കെയിലാർ ഫീൽഡ് യു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഐ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ യു ബൈ ഡോ വൈ പ്ലസ് കെ ഡോ യു ബൈ ഡോ സെഡ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമുല പഠിച്ചു വെച്ചോ. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കേണ്ടതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് എക്സാമിന് ചോദിക്കാറുണ്ട്, 3 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോപ്പർട്ടീസ് കൂടെ പഠിച്ച് വെക്കണം, ഗ്രേഡിയൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കിക്കേ, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച്, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ യു ആയിരിക്കും. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു എന്ന് പറയുന്നത് സ്കെയിലാർ ഫീൽഡിന് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ യു ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡെൽ യു ഇസ് എ വെക്ടർ നോർമൽ ടു ദ സർഫസ് യു ഓഫ് എക്സ് വൈ സെഡ്. സോ ദ യൂണിറ്റ് വെക്ടർ നോർമൽ വിൽ ബി ഈക്വൽ ടു ഡെൽ യു ബൈ മോഡുലസ് ഓഫ് യു. അതായത് ഇപ്പോൾ ഡെൽ യു എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട് നമുക്ക്. നമ്മൾ ഗ്രേഡിയൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു സ്കെയിലാർ ഫീൽഡിൻ്റെ ഗ്രേഡിയൻറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടറാണ്. അപ്പോൾ ഡെൽ യു എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടർ വിൽ ബി ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽ യു ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ യു ആയിരിക്കും. ഇതാണ് ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോ, സിലബസിനകത്ത് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഏത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. പേര് പോലെ തന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ നോക്കിക്കേ, യു എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫീൽഡ് ഉണ്ട്. then the directional derivative of u in any direction will be equal to, നമുക്ക് ഇങ്ങനെ എഴുതാവേ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് dd വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, which is equal to del u ഡോട്ട് വെക്ടർ എ. ഈ വെക്ടർ എ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ യൂണിറ്റ് വെക്ടർ along the given direction. യൂണിറ്റ് വെക്ടർ along the given direction. ഓക്കെ, അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോൾ യു എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ directional derivative of u in any direction will be equal to del u dot a, where a എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്ത ഡയറക്ഷന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, മനസ്സിലായി? ഇപ്പോൾ ഡെൽ യു ഡോട്ട് എ എന്ന് പറയുമ്പോൾ ഡെൽ യുവിൻ്റെയും, അതായത് ഗ്രേഡിയൻറ്റിൻ്റെയും
അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടർ അലോങ് ദ ഗിവൺ ഡയറക്ഷൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടും. ഓക്കെ, നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് യു. യു എന്ന് പറയുന്ന സ്കെയിലാർ ഫീൽഡിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാക്സിമം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ യു. ഓക്കെ, മാക്സിമം വരുന്ന ഏത് ഡയറക്ഷനിലാണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് യു, ദാറ്റ് ഈസ് ഡെൽ യു. ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. 3 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിച്ചേക്കാം. അടുത്ത നമുക്ക് പ്രോബ്ലംസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് phi of xyz equal to 3x square y minus y cube z square, find del phi at the point 1, -2, -1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫൈ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫീൽഡാണ്. അപ്പോൾ ഒരു സ്കെയിലാർ ഫീൽഡ് ഗിവൺ സ്കെയിലാർ ഫീൽഡിൻ്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗ്രേഡിയൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ ഗിവൺ പോയിന്റ് 1, -2, -1. Okay, so we have the gradient of the scalar field will be equal to del phi equal to endana dou phi by dou x into I plus dou phi by dou y into j plus dou phi by dou z into k. ഇത് നമുക്കറിയാം. ഇങ്ങനെ എന്താ കണ്ടുപിടിക്കേണ്ടത്? dou phi by dou x, dou phi by dou y, dou phi by dou z. ഇത്രയും കണ്ടുപിടിക്കണം. So we have to find out dou phi by dou x, which is equal to dou by dou x of what? 5 എന്ന് വെച്ചാൽ 3x square y minus y cube into z square. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അന്നേരം വൈയും സെഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും, എക്സ് മാത്രമാണ് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x square y എന്ന് പറയുമ്പോൾ എന്താണ്? 3y കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2x ആണല്ലോ. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് y ക്യൂബ് സെഡ് സ്ക്വയർ. അപ്പോൾ വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 6xy. ഓക്കെ, അതുപോലെ നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ ഫൈ ബൈ ഡോ സെഡും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡോ ഫൈ ബൈ ഡോ വൈ ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഡോ ബൈ ഡോ വൈ ഓഫ് വാട്ട് ഈസ് ഫൈ? ഫൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3x square y മൈനസ് വൈ ക്യൂബ് ഇൻറ്റു സെഡ് സ്ക്വയർ ആണല്ലോ. ദെൻ ഡോ ബൈ ഡോ വൈ ഓഫ് 3x square y എന്ന് പറയുമ്പോൾ എന്താ? 3x square കോൺസ്റ്റൻറ്റ് വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത്. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ് സെഡ് സ്ക്വയർ. അവിടെ സെഡ് സ്ക്വയർ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3y square. y റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു വൈ റൈസ് ടു n മൈനസ് 1. ഈ ഒരു ഫോമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയല്ലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3x square മൈനസ് 3z square y square. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡോ ഫൈ ബൈ ഡോ സെഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ ഫൈ by dou z, which is equal to dou by dou z of phi, that is 3x square y minus y cube into z square, which is equal to dou by dou z of 3x square y 0 minus dou by dou z of y cube z square ചെയ്യുമ്പോൾ y cube constant ആണ്, z square ഡെറിവേറ്റീവ് എന്താ? 2z, so which is equal to minus 2y cube into z. Okay, ഇനി നമുക്ക് del phi അല്ലേ വേണ്ടേ? So we have del phi equal to എന്താണ്? Dou phi by dou x into I. Dou phi by dou x ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 6xy into I
പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ. അതിൻ്റെ വാല്യൂ എന്താണ്? 3x² മൈനസ് 3z²y² ഇൻറ്റു ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് മൈനസ് 2y³ ഇൻറ്റു കെ. ഇതാണ് നമ്മുടെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ വേണ്ടത്? ഡെൽ ഫൈ അറ്റ് ദ ഗിവൺ പോയിന്റ് 1 മൈനസ് 2 മൈനസ് 1. നമുക്കതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡെൽ ഫൈ അറ്റ് ദ ഗിവൺ പോയിന്റ്, നമ്മുടെ തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? 1 മൈനസ് 2 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പോൾ എക്സിന് 1 കൊടുക്കുക, വൈക്ക് -1, സെഡിന് വൈക്ക് -2, സെഡിന് -1 കൊടുക്കുക. ഇവിടെ ഡെൽ ഫൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിലെ ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സോ നോക്കിക്കുക, 6xy. ഇപ്പോൾ 6 ഇൻറ്റു എക്സിന് പകരം 1 കൊടുക്കുക, വൈക്ക് പകരം -2 കൊടുക്കുക ഇൻറ്റു ഐ പ്ലസ് 3x². അപ്പോൾ 3 ഇൻറ്റു 1² മൈനസ് 3 ഇൻറ്റു z². അത് -1² ദാറ്റ് ഈസ് 1 തന്നെയാണ്. -1² ഇൻറ്റു y² -2 ഇൻറ്റു സ്ക്വയർ ദാറ്റ് ഈസ് 4 ഇൻറ്റു ജെ. അടുത്തെന്താ? -2 ഇൻറ്റു y³. വൈൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും -2ൻ്റെ ക്യൂബ് അല്ലേ? -2ൻ്റെ ക്യൂബ് ചെയ്യുമ്പോൾ -8 ഇൻറ്റു സെഡിൻ്റെ വാല്യൂ -1 ഇൻറ്റു കെ. ഇങ്ങനെ വരുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു -2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 6 ഇൻറ്റു -2 എന്താ? -12 ഐ. അടുത്ത് ഇവിടെ എന്ത് കിട്ടും? പ്ലസ് 3 ഇവിടെ ചെയ്യാവേ. 3 ഇൻറ്റു 4 12. 3 - 12 -9 ആണ്. അപ്പോൾ -9j -9j. അടുത്ത് 8 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 16. സൈൻ വരുന്നത് മൈനസ് ആണ്. -16k. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് എ വെക്ടർ നോർമൽ ടു ദ സർഫസ് u ഈക്വൽ ടു x³ പ്ലസ് y³ പ്ലസ് 3xyz മൈനസ് 3 അറ്റ് ദ പോയിന്റ് 1, 2, -1. അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെക്ടർ നോർമൽ ടു ദ സർഫസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിവൺ സർഫസ്, നമുക്കൊരു സർഫസ് തന്നിട്ട് അതിന് നോർമലായിട്ട് വരുന്ന വെക്ടർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ഇപ്പോൾ യു എന്ന് പറയുന്ന സർഫസിന് നോർമലായിട്ട് വരുന്ന വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് del u by മാഗ്നിറ്റ്യൂഡ് ഓഫ് del u ആയിരിക്കും. ഇതെന്താണ്? യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ ഗിവൺ സർഫസ് ആണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് വെക്ടർ എന്ന് പറയുന്നത്. റിക്വയർഡ് വെക്ടർ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റിക്വയർഡ് വെക്ടർ. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? del u വേണം, പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നോ del u ഈക്വൽ ടു എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു കെ. നമുക്കറിയാം അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡോ യു ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ യു by dou x which is equal to എന്താണ്? ഡോ by dou x of x³ plus y³ plus 3xyz minus 3. So with respect to x നമ്മൾ പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ x³ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x² പ്ലസ് y³ ഡെറിവേറ്റീവ് 0. അടുത്ത 3xyz ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ 3yz കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ്. ഇനി -3ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. നമുക്ക് ഇതാണ് നമുക്ക് കിട്ടുന്നത് 3x² പ്ലസ് 3yz. ഇനി ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ദ ഗിവൺ പോയിന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1, 2, -1 വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് 1ഉം വൈക്ക്
2 സെഡിന് -1 കൊടുത്ത് നിങ്ങൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു വൈ സെഡ് 3 ഇൻറ്റു വൈ ഇൻറ്റു സെഡ് 3 ഇൻറ്റു 2 ഇൻറ്റു -1 റൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 3 -6 3 -6 ചെയ്യുമ്പോൾ -3. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ഡോ യു ബൈ ഡോ വൈയും ഡോ യു ബൈ ഡോ സെഡും കണ്ടുപിടിക്കണം. നൗ ഡോ യു ബൈ നമുക്ക് ഇനി എന്താ വേണ്ടേ? ഡോ യു ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് വാട്ട് ഇസ് യു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy സെഡ് -3 ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ക്യൂബ് ചെയ്യുമ്പോൾ 0, ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ് ചെയ്യുമ്പോൾ 3y സ്ക്വയർ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സും സെഡും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 3y അല്ല 3x സെഡ് കോൺസ്റ്റൻ്റ് എടുത്ത് വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 ആണ് കിട്ടുന്നത്. -3ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇത് കിട്ടി 3y സ്ക്വയർ പ്ലസ് 3xz. ഓക്കെ, ഇനി ഡോ യു ബൈ ഡോ വൈ അറ്റ് ദ ഗിവൺ പോയിന്റ് 1, 2, -1 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു വൈ സ്ക്വയർ ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 സ്ക്വയർ 3 ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 പ്ലസ് 3 ഇൻറ്റു എക്സ് സെഡ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു സെഡ് എക്സിൻ്റെ വാല്യൂ 1 സെഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ദാറ്റ് ഈസ് 12 -3 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 12 -3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9. ഓക്കെ, ഇതുപോലെ നമുക്ക് ഡോ യു ബൈ ഡോ സെഡ് കണ്ടുപിടിക്കാം. ഡോ യു ബൈ ഡോ സെഡ് which is equal to ഡോ ബൈ ഡോ സെഡ് ഓഫ് what is u x ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy സെഡ് -3 വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ എക്സും വൈയും കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0, പിന്നെ നമുക്ക് ഈ ഒരു ടേമേ ഉള്ളേ. അപ്പോൾ അവിടെ 3xy കോൺസ്റ്റൻ്റ് പുറത്തെടുത്ത് ഡോ സെഡ് ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ 1 ആയി. -3ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 0. അപ്പോൾ നമുക്ക് വാല്യൂ വിൽ ബി 3xy. ഓക്കെ, ഇനി ഡോ യു ബൈ ഡോ സെഡ് അറ്റ് ദ പോയിന്റ് 1, 2, -1. അപ്പോൾ ഇവിടെ 3xy ആണല്ലേ, അപ്പോൾ 3 ഇൻറ്റു എക്സിന് 1 കൊടുക്കുക വൈക്ക് 2 കൊടുക്കുക വാല്യൂ വിൽ ബിക്കം 6. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ ഡെൽ യുവിൽ നമ്മൾ ഈ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായി. അപ്പോൾ നമുക്ക് നോക്കാം. വി ഹാവ് ഡെൽ യു വിൽ ബി ഈക്വൽ ടു ഡെൽ യു നിങ്ങൾ എടുത്തെഴുതുക ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു കെ ആണ്. നമുക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണ്? -3i പ്ലസ് 9j പ്ലസ് എന്ത് കിട്ടി? 6k ഡോ യു ബൈ ഡോ സെഡിൻ്റെ വാല്യൂ 6. ഓക്കെ, ഇതായില്ല, നമുക്ക് വേണ്ടത് റിക്വയർഡ് യൂണിറ്റ് വെക്ടർ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ യുടെ കണ്ടുപിടിക്കണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ i,j,k കമ്പോണൻസിൻ്റെ സ്ക്വയർ എടുക്കുക ദെൻ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു -3 സ്ക്വയർ പ്ലസ് 9ൻ്റെ സ്ക്വയർ 81 പ്ലസ് 6ൻ്റെ സ്ക്വയർ 36 ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 81 പ്ലസ് ഇവിടെ 3 സ്ക്വയർ ചെയ്യുമ്പോൾ 9 ആണ്. അപ്പോൾ 81 പ്ലസ് 9 ചെയ്യുമ്പോൾ 90 പ്ലസ് 36 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 126 ആണ് കിട്ടുന്നത്. റൂട്ട് 126. ഓക്കെ, റൂട്ട് 126 നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ലോങ് ഡിവിഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. 3ൽ 4 ടൈംസ് 12 2 ടൈംസ് 6 വീണ്ടും 3ൽ 1 4 ഇങ്ങനെ വരുന്നത് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ 3 റൂട്ട് 14 എന്ന് എഴുതാം. ഓക്കെ, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും 3 റൂട്ട് 14 2 തവണ 3 ഉണ്ട്, നമ്മളതിന് കമ്പൈൻ ചെയ്ത് ഒറ്റ തവണ എഴുതത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 3 റൂട്ട് 14 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. സോ റിക്വയർഡ് യൂണിറ്റ് വെക്ടർ equal to del u by norm of u, that is magnitude of u, that is -3i plus 9j plus 6k whole divided by 3 root 40 ഇങ്ങനെയാണ് വരുന്നത്.
ഓക്കെ, ഇതിനൊന്ന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഫുള്ള് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -i + 3 + 2 ഇവിടെ ചെയ്യുന്നുണ്ട് k ഹോൾ ഡിവൈഡഡ് ബൈ √14. ഇതാണ് നമ്മുടെ റിക്വയർഡ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് φ = x² yz plus 4xz² at the point 1, -2, -1 in the direction PQ where Q is 3, -3, -2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചേക്കുന്നത്. ഏത് ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവാ? PQ where P തന്നിട്ടുണ്ട് 1, -2, -1 ആൻഡ് Q എന്ന് പറയുന്ന പോയിന്റ് 3, -3, -2 ആണ്. ഓക്കെ, അപ്പോൾ PQ എന്ന് പറയുന്ന ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ വെക്ടർ കണ്ടുപിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വെക്ടർ PQ. വെക്ടർ PQ നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കണം. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മിസ് DD എന്ന് വെച്ചിട്ട് എഴുതുവാണേ. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് del phi ഡോട്ട് യൂണിറ്റ് വെക്ടർ in the direction, unit vector in the direction PQ. PQ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെൽഫൈ ഡോട്ട് യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ PQ. അപ്പോൾ നമുക്ക് ഡെൽഫൈ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഗ്രേഡിയൻ്റ് ഓഫ് ഗിവൺ സ്കെയിലാർ ഫീൽഡ്, ദാറ്റ് ഇസ് del phi which is equal to എന്താണ് dou phi by dou x into I plus dou phi by dou y into j plus dou phi by dou z into k. ആണല്ലോ. Then so what is phi? Phi എന്ന് പറയുന്നത് x² yz plus 4xz² ആണ്. ഇനി ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അറിഞ്ഞുകൂടാത്ത കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. സോ നമുക്ക് ഓരോ ടേംസ് ആയിട്ട് എടുക്കാം. dou phi by dou x which is equal to dou by dou x of what is phi? x² yz plus 4xz² ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അന്നേരം വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ടേമിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ yz കോൺസ്റ്റൻ്റ് ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x പ്ലസ് ഇവിടെ z² 4 കോൺസ്റ്റൻ്റ്. ഇപ്പോൾ 4z² ഞാൻ പുറത്തെടുത്തു ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. അതായത് 2x yz പ്ലസ് 4z². ഓക്കെ, ഇനി നമുക്ക് അറ്റ് ദ ഗിവൺ പോയിന്റിൽ കൂടെ നമുക്ക് കണ്ടുപിടിച്ചങ്ങ് പോകാം. അതാകുമ്പോൾ എളുപ്പമല്ലേ. അപ്പോൾ dou phi by dou x at the given point 1, -2, -1 which is equal to 2x yz plus 4z². അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 1 ഇൻറ്റു -2 ഇൻറ്റു -1 പ്ലസ് 4 ഇൻറ്റു സെഡിൻ്റെ സ്ക്വയർ -1 അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 which is equal to minus into minus plus ആണ്. 2 into 2 ചെയ്യുമ്പോൾ 4 plus 4 which is equal to 8. അപ്പോൾ അത് കിട്ടിയേ. അടുത്ത dou phi by dou y which is equal to എന്ത് കിട്ടും? dou by dou y. what is phi? x² yz plus 4xz², right? dou by dou y of x² yz plus 4xz². So which is equal to dou by dou y. With respect to y നമ്മൾ ചെയ്യുമ്പോൾ എക്സും സെഡും കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ x² z കോൺസ്റ്റൻ്റ്, dou by dou y of y ചെയ്യുമ്പോൾ 1 പ്ലസ് 4xz². അപ്പോൾ എക്സും സെഡും 4 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിൽ ബി 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² z. ഓക്കെ, സോ dou phi by dou y at the point 1, -2, -1 which is equal to x² z. x in the value 1 square into z in the value -1 which will be equal to -1.
ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡോ ഫൈ ബൈ ഡോ സെഡ് ആണ്, റൈറ്റ്? ഡോ ബൈ ഡോ സെഡ് ഓഫ് വാട്ട് ഈസ് ഫൈ? എക്സ് സ്ക്വയർ വൈ സെഡ് പ്ലസ് 4x സെഡ് സ്ക്വയർ ആണല്ലോ. which is equal to dou by dou z of x square y z ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ വൈ കോൺസ്റ്റൻറ്റ് സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ 1 ആണ്, പ്ലസ് 4x കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, സെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2z. സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ plus 4 into 2 8xz. So dou phi by dou z at the point 1 minus 2 minus 1 which is equal to x ന് 1 കൊടുക്കുമ്പോൾ 1 square into ൻ്റെ വാല്യൂ -2, അപ്പോൾ 1 ഇൻറ്റു -2 പ്ലസ് 8 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 1 സെഡിൻ്റെ വാല്യൂ -1 വിച്ച് ഇസ് ഈക്വൽ ടു -2 -8 ആൻസർ വിൽ ബി -10. നമുക്ക് ഡോ ഫൈ ബൈ ഡോ എക്സും ഡോ ഫൈ ബൈ ഡോ വൈയും ഡോ ഫൈ ബൈ ഡോ സെഡും കിട്ടിയിട്ടുണ്ട്. നൗ വി ക്യാൻ റൈറ്റ് ഡെൽ ഫൈൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. Now del phi can be written as del phi ന്റെ വാല്യൂ എന്താണ്? del phi ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ഫൈ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ നമുക്ക് 8 ആണ് കിട്ടുക. അപ്പോൾ 8i മൈനസ് ജെ മൈനസ് 10k del phi നമുക്ക് കിട്ടി അല്ലേ. നമുക്ക് വേണ്ടത് എന്താണ്? ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും വെക്റ്റർ പി ക്യൂൻ്റെ ഡയറക്ഷൻ വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വെക്റ്റർ പി ക്യൂ വേണം. വെക്റ്റർ പി ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു വെക്റ്റർ ക്യൂ മൈനസ് വെക്റ്റർ പി ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് വെക്റ്റർ ക്യൂ എന്ന് പറയുന്നത്? വെക്റ്റർ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഗിവൺ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ആ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 3 -3 -2. അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് 1 -2 -1. ഓക്കെ, ഇനി ഇതിൻ്റെ വെക്റ്റർ ഫോമിലോട്ട് എഴുതാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വെക്റ്റർ ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നത്തിങ് ബട്ട് 3i minus 3j minus 2k മൈനസ് വെക്റ്റർ പി എന്ന് പറയുന്നത് 1 ഇൻറ്റു ഐ, ദാറ്റ് ഈസ് ഐ മൈനസ് 2j മൈനസ് കെ. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യാമല്ലോ. 3i മൈനസ് ഐ ചെയ്യുമ്പോൾ നമുക്ക് 2i ആണ് കിട്ടുന്നത്. 2i മൈനസ് 3j മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, മൈനസ് 3j പ്ലസ് 2j ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ജെ. അടുത്ത് മൈനസ് 2k മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കെ, അപ്പോൾ മൈനസ് 2k പ്ലസ് കെ ചെയ്യുമ്പോൾ മൈനസ് കെ. ഇതാണ് നമ്മുടെ വെക്റ്റർ പി ക്യൂ എന്ന് പറയുന്നത് ആണല്ലോ. വെക്റ്റർ പി ക്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റിക്വയർഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ ആവും. സോ ദ റിക്വയർഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്താ? ഡെൽ ഫൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഡെൽ ഫൈ ഡോട്ട് യൂണിറ്റ് വെക്റ്റർ in the direction of വെക്റ്റർ പി ക്യൂ. അപ്പോൾ നമ്മൾ വെക്റ്റർ പി ക്യൂ കണ്ടുപിടിച്ചല്ലേ. ഇനി നമുക്ക് വേണ്ട യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യൂവിനെ ഞാൻ എ ക്യാപ്പ് എന്ന് എഴുതുവാണേ, വിച്ച് ഇസ് ഈക്വൽ ടു 2i മൈനസ് ജെ മൈനസ് കെ, ദാറ്റ് ഈസ് വെക്റ്റർ പി ക്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഐ ജെ കെ കമ്പോണൻസിൻ്റെ സ്ക്വയറിൻ്റെ സം എടുക്കുക. അതായത് അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? 2 അല്ലേ. ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 പ്ലസ് -1ൻ്റെ സ്ക്വയർ 1, കെൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കെയുടെ കോയിഫിഷ്യൻ്റ് ഏതാണ്? -1. -1ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും +1. നമുക്ക് എന്ത് കിട്ടും ആൻസർ? √6 അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2i മൈനസ് ജെ മൈനസ് കെ ഹോൾ ഡിവൈഡഡ് ബൈ √6. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടാനായിട്ട്. സോ ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് which is equal to what is del phi? 8i minus j minus 10k ആണല്ലോ. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2i minus j minus k ഡിവൈഡഡ് ബൈ √6. അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി.
ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഐ കമ്പോണൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെ കമ്പോണൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെ കമ്പോണൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ 8 × 2 ചെയ്യുമ്പോൾ 16, റൈറ്റ്. അടുത്ത് ഇവിടെ -1 × -1 ചെയ്യുമ്പോഴത്തേക്കും +1 പ്ലസ് -10 ഇൻറ്റു ഇവിടെ കെൻ്റെ കോഎഫിഷ്യൻ്റ് -1, അപ്പോൾ -10 × -1 ചെയ്യുമ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ √6 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 10 + 16 ചെയ്യുമ്പോൾ 26 + 1 27, 27/√6. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. Find the directional derivative of u equal to xy square plus yz square at the point 2 - 1, 1 in the direction of the normal to the surface x log z minus y square plus 1 equal to 0. ഓക്കെ, അപ്പോൾ ഡയറക്ഷണൽ വെക്ടർ ആണ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചേക്കുന്നത്. ഒരു ഗിവൺ സർഫസിന് നോർമലായിട്ട് വരുന്ന ഡയറക്ഷനുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചേക്കുന്നത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ നോർമൽ ടു ദ സർഫസ് എക്സ് ലോഗ് സെഡ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ വെക്ടർ നോർമൽ ടു ദ സർഫസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കും. വെക്ടർ നോർമൽ ടു ദ സർഫസ്, ഗിവൺ സർഫസിൻ്റെ വെക്ടർ നോർമൽ ടു ദ സർഫസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഗ്രേഡിയൻ്റ് എടുക്കുക, ഗ്രേഡിയൻ്റ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എടുക്കുമ്പോൾ ദാറ്റ് വെക്ടർ വിൽ ബി നോർമൽ ടു ദാറ്റ് സർഫസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. സോ ലെറ്റ് ദ ഗിവൺ സർഫസ് നമുക്ക് എന്താ തന്നേക്കുന്നത്? യു തന്നിട്ടുണ്ട് അല്ലേ? സോ വി ഹാവ് ഗിവൺ യു ഈക്വൽ ടു xy square plus y into z square. Now the gradient del u equal to what? Dou u by dou x into I plus dou u by dou y into j plus dou u by dou z into k. നമുക്കറിയാം. ഇനി നമുക്ക് ഓരോ ടേംസ് നമ്മൾ കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, del uൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, dou u by dou x. So del u equal to what is dou u by dou x? Dou u by dou x ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dou by dou x of x y square plus y z square into I ഉണ്ട് പ്ലസ് dou by dou y of x y square plus y z square into j plus dou by dou z of x y square plus y z square into k. ഇങ്ങനെയാണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ദാറ്റ് ഈസ് വൈ സ്ക്വയർ പ്ലസ് ഇവിടെ എക്സ് വൈയും സെഡും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് വിൽ ബി 0. അപ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് ഇവിടെ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് കോൺസ്റ്റൻ്റ് ആണ്, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y പ്ലസ് ഇവിടെ വൈ സെഡ് സ്ക്വയർ ചെയ്യുമ്പോൾ വൈൻ്റെ ഡെറിവേറ്റീവ് 1, സെഡ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സെഡ് സ്ക്വയർ അതുപോലെ എഴുതി ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ സെഡ് സ്ക്വയർ. അപ്പോൾ എക്സ് വൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ് 0, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് 0 ആകും. വൈ സെഡ് സ്ക്വയർ എടുക്കുമ്പോൾ വൈ കോൺസ്റ്റൻറ്റ് സെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z ഇൻറ്റു കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് അറ്റ് ദ ഗിവൺ പോയിന്റിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. So which is equal to y square into I plus 2xy plus z square into j plus 2yz into k. Okay. Anyway, del u at the given point 2 - 1 1. Okay, which is equal to 2 - 1 1ൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വൈ സ്ക്വയർ ചെയ്യുമ്പോൾ -1ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1 തന്നെ, അപ്പോൾ ഇൻറ്റു ഐ പ്ലസ് 2xy. ഇപ്പോൾ 2 ഇൻറ്റു -1 പ്ലസ് 1 ചെയ്യണം. 2 ഇൻറ്റു -1 ചെയ്യുമ്പോൾ -4, -4 പ്ലസ് 1 ചെയ്യുമ്പോൾ -3. ഓക്കെ, അപ്പോൾ -3j പ്ലസ് 2yz, വൈയും സെഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 അല്ലേ വരുന്നത്. -1 × 2 ചെയ്യുമ്പോൾ -2, അവിടെ മൈനസാണ് വരുന്നത്. അപ്പോൾ -2k. ഓക്കെ,
ക്ലിയർ? അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് ചോദിച്ചേക്കുന്നപ്പോൾ del u at the given point നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? The vector normal to the given surface. The vector normal to the surface will be equal to vector normal to the surface. തന്നിരിക്കുന്ന സർഫസ് ഏതാണ്? എക്സ് ലോഗ് സെഡ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. അതാണ് നമുക്ക് തന്നിരിക്കുന്ന സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ? ഇനി നോക്കിക്കേ, ദ വെക്റ്റർ normal to the surface, vector normal to the surface phi, ഞാനതൊരു phi ആയിട്ട് എടുക്കുവാണ്. എക്സ് ലോഗ് സെഡ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 is what? Del phi. അപ്പോൾ del phi കണ്ടുപിടിക്കുക. അപ്പോൾ del phi എന്ന് പറയുമ്പോൾ ഡോ phi by ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ phi by ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ phi by ഡോ സെഡ് ഇൻറ്റു കെ. അപ്പോൾ ഡോ phi by ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ phi by ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ phi by ഡോ സെഡ് ഇൻറ്റു കെ. റൈറ്റ്? നമുക്കിനി ഓരോ ടേംസ് ആയിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് del phi യുടെ വാല്യൂ കണ്ടുപിടിക്കാം. So which is equal to dou phi by dou x. അപ്പോൾ dou phi by dou x കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ലോഗ് സെഡ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. ഈ ടേം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അവിടെ എക്സ് മാത്രമേ വരത്തുള്ളൂ, ലോഗ് സെഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ഞാൻ എഴുതുവാണ്, ചെയ്യുന്നില്ല. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ഇവിടെ വാല്യൂ? ലോഗ് സെഡ് ഇൻറ്റു ഐ. അടുത്ത് ഡോ ഫൈ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ 0. അടുത്ത് മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -2y അല്ലേ? -2y ഇൻറ്റു ജെ. അടുത്ത് പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് ഇൻറ്റു കെ. അപ്പോൾ ഇവിടെ ഡോ സെഡിൻ്റെ ടേം കിടക്കുന്നത് ഇവിടെ ഫസ്റ്റ് ടേമിലാണ്. ഡോ ഫൈ ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ എക്സ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് ലോഗ് സെഡ്. അപ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ് പുറത്തെഴുതി, ലോഗ് സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ 1/z ആണല്ലോ ഇൻറ്റു കെ. ബാക്കി ടേംസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ലോഗ് സെഡ് ഇൻറ്റു ഐ മൈനസ് 2y ഇൻറ്റു ജെ പ്ലസ് എക്സ് ബൈ സെഡ് ഇൻറ്റു കെ. ഇതാണ് നമ്മുടെ del phi എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറ്റ് പോയിന്റ് 2 മൈനസ് 1 1 നമുക്ക് del phi കണ്ടുപിടിക്കണം. del phi വിൽ ബി ഈക്വൽ ടു ലോഗ് സെഡിൻ്റെ വാല്യൂ 1, ലോഗ് 1ൻ്റെ വാല്യൂ എന്താണ്? ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഐ മൈനസ് 2y, 2 ഇൻറ്റു -1 ചെയ്യുമ്പോൾ -1 2 ഇൻറ്റു -2 ഇൻറ്റു -1 ഇൻറ്റു ജെ പ്ലസ് എക്സ് ബൈ സെഡ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2, സെഡിൻ്റെ വാല്യൂ 1 ഇൻറ്റു കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -1 ചെയ്യുമ്പോഴത്തേക്ക് -2 ഇൻറ്റു -1 ആണ്. 2 ഇൻറ്റു -1 അല്ല, -2 ഇൻറ്റു -1 ചെയ്യുമ്പോൾ 2j പ്ലസ് 2k. ഇതാണ് അറ്റ് 2 -1 1 del phi ഇൻ്റെ വാല്യൂ. നമുക്ക് വേണ്ട എന്താണ്? യൂണിറ്റ് വെക്റ്റർ നോർമൽ ടു okay, now we have to find out unit vector normal to, that is n cap എന്ന് എടുക്കാം, that is del phi divided by magnitude of del phi. It is equal to del phi ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 2j plus 2k divided by മോഡുലസ് ഓഫ് del phi ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് ജെയുടെ കമ്പോണൻറ്റ് എന്താണ്? 2, 2ൻ്റെ സ്ക്വയർ എടുക്കുക 4, കെൻ്റെ കമ്പോണൻറ്റ് 2, 2ൻ്റെ സ്ക്വയർ എടുക്കുക, ദാറ്റ് ഈസ് 4. അപ്പം എന്ത് കിട്ടി? which is equal to 2j plus 2k whole divided by root 8.
അപ്പോൾ √8 നമുക്ക് എങ്ങനെ എഴുതാം? √4 × 2, ദാറ്റ് ഈസ് √4 എന്താ? 2. അപ്പോൾ 2 × √2 ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ 2√2 which is equal to 2 കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് j + k ഡിവൈഡഡ് ബൈ √2 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ദെൻ ദ റിക്വയർഡ് ഡയറക്ഷണൽ വെക്റ്റർ കണ്ടുപിടിക്കേണ്ടേ? നമുക്ക് യൂണിറ്റ് വെക്റ്റർ നോർമൽ ടു ദ സർഫസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി റിക്വയർഡ് ഡയറക്ഷണൽ വെക്റ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിക്വയർഡ് ഡയറക്ഷണൽ വെക്റ്റർ ഈക്വൽ ടു റിക്വയർഡ് ഡയറക്ഷണൽ വെക്റ്റർ അല്ലടാ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു del u ഡോട്ട് n cap which is equal to എന്താണ്? I - 3j - 2k ഇതാണ് del u ഡോട്ട് n cap. n cap എന്ന് പറയുന്നത് എന്താ? j + k ഹോൾ ഡിവൈഡഡ് ബൈ √2. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എടുത്തേ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഐ കമ്പോണൻറ്റ് ഇവിടെ ഇല്ല, അപ്പോൾ അത് 0 അടുത്ത് -3 × 1/√2. അപ്പോൾ -3/√2 -2 × 1/√2 -2/√2 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് -5/√2. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ക്വസ്റ്റനൊക്കെ എസ് എ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റനാണ് കേട്ടോ. സോ അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ഡയറക്ഷണൽ ഡെറിവേറ്റീവും നോക്കി, ഗ്രേഡിയൻറ്റും നോക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡൈവേർജൻസ് ആൻഡ് കേൾ പഠിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.